അല്ല അങ്ങനെയാണ്. മാറ്റിയോ? 4 ഷീറ്റ് മാത്രം മാറ്റി. ഓ ഇത് മറ്റേ മരം വീഴുന്നത് അത് നമ്മൾ പുതിയ മൊത്തം ചെയ്തോ? മൊത്തം പുതിയ ഷീറ്റാക്കി. സൂപ്പർ. താങ്ക് യു. നമസ്കാരം. ഓ പെയിന്റെല്ലാം അടിച്ചല്ലേ. നമസ്കാരം. ആക്കിയല്ലേ അത് നന്നായിട്ട്. ഓ ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നല്ലേ. ഓ നമസ്കാരം. ഓ അത് നന്നായി ചെയ്ത്. ഓ ഇതെങ്ങനെയാ പിന്നെ ഇത് അങ്ങനെ വെച്ചല്ലേ. ഓ സൂപ്പർ. നമസ്കാരം. ഓ ഇത് നന്നായിട്ട്. ഇത് നല്ല ഐഡിയ. അതെ ഇതുണ്ടായിരുന്നില്ല എനിക്കറിയാം. നമസ്കാരം. അതെ എനിക്കറിയാം. ഓ സൂപ്പർ മഞ്ജു, സൂപ്പർ. ഓ പറ്റുന്ന തരത്തിൽ മരം ഒന്ന് ചാഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. അവരെ വിളിച്ചു വന്ന് മുറിച്ചിട്ട് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അതെയോ? ഓ നമസ്കാരം. ഇവിടെ ഐ ലവ് മൈ ഫാമിലി. എല്ലാരും പുസ്തകം എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ അയ്യോ എനിക്കാണോ? ഞാൻ കുറച്ച് കഴിക്കാം. നിങ്ങൾ തന്നെ കഴിച്ചോളൂ. ഞാൻ കഴിക്കാം. ഓ താങ്ക് യു. മഞ്ജു കഴിച്ചോളൂ. ഇത് കഴിച്ചോളൂ. കഴിച്ചോളൂ. എവിടെ ഐ ലവ് മൈ ഫാമിലി. കഴിച്ചോളൂ. എടുത്തോളൂ. ഞാൻ ഇടാം. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണേ. ഇതെല്ലാം എടുത്തിട്ട് അത് കഴിയട്ടെ. ഓ ഒന്നും പറയണ്ട. അതെയോ? ഓ എന്താ പറഞ്ഞേ? ഓ ലാസ്റ്റ് വീട് അല്ലേ? നേഴ്സാണോ? ജോലിക്ക് പോയാണ്, വീട്ടില് ജോലിക്ക് പോയാണ് കഴിക്കുന്നത്. കളഞ്ഞിട്ട് പോയി അങ്ങറ്റം കുറച്ച് ഇതൊക്കെ കൂടുതൽ ചെയ്ത് കൊടുക്കും. വെരി ഗുഡ്. ഇവിടുത്തെ നിൽക്കാം. ബാഗും കൂടെ കൊടുക്കാം. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കട്ടെ. ആയിരിക്കാ? ഓ ഐ ലവ് മൈ ഫാമിലിക്ക് ആദ്യം. ഇതിൽ ബോക്സ്, ബുക്ക് എല്ലാം ഉണ്ട്. ഉണ്ട് ഉണ്ട്. മോളെ കാലം തൊള്ള സൂപ്പർ. നന്നായി പഠിക്കണേ. സൂപ്പർ. എന്താ പേര്? അനന്ത്. നന്നായി പഠിക്കണം നന്നായി. ഒരാളുണ്ട്, അവളില്ല. അവളെവിടെ പോയി അമ്മേരെ കൊടുത്താ ട്യൂഷൻ പഠിക്കാൻ. ഓ ഞാൻ കേട്ടെ. ഒരു പൊന്നാടെ വെച്ചോണ്ട് എന്റെ അമ്മ അവിടെ ഓ വാങ്ങി. ഞാനൊരു ലഡു കൊടുക്കട്ടെ അമ്മയ്ക്ക്.
മുഴുവൻ കൊടുക്കണം പകുതി ഓ ചേട്ടന്റെ ഇഷ്ടം. അല്ല ഇഷ്ടം അങ്ങനെ പറയല്ല ഇപ്പൊ ഞാൻ അയ്യോ ഞാൻ ലഡു കൊണ്ടുവരണം. വളരെ നന്ദിയാണ്. അയ്യോ അതൊന്നും വേണ്ട. ഓ ആ മഞ്ജുനാണ്. എനിക്ക് രാജേഷിനൊന്നും വളരെ നന്ദി സാർ. അങ്ങനെയൊന്നും പറയല്ലേ, അല്ല ഞങ്ങൾ ചെയ്യേണ്ടതല്ലേ. അങ്ങനെയല്ല അത് അങ്ങനെ ഇത് പൊളിറ്റിക്സ് ആയിട്ട് കാണണ്ട. ഇത് നമ്മളെല്ലാം ചെയ്യേണ്ടതല്ലേ. രാഷ്ട്രീയത്തിൽ BJP-ക്കാർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ജനങ്ങളെ സേവിക്കാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷമം കാണുമ്പോൾ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യാം. അതെ, അത് മഞ്ജുവും രാജേഷെല്ലാം ടീം നന്നായിട്ട് വേഗം പ്രവർത്തിച്ചു. അവർക്ക് ഞാൻ സഹായം കൊടുത്തു. അതാണ് അവരാണ് ക്രെഡിറ്റ് എടുക്കേണ്ടത്. അതെ, താങ്ക് യു. അല്ല ഇതാണല്ലോ ഞാൻ ആദ്യം മുതൽ BJP എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അത് ഞങ്ങളിത് വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കൗൺസിലറും ഞങ്ങളുടെ മണ്ഡൽ പ്രസിഡന്റും ഞാനും ഇരുന്ന് അത് പരിഹരിച്ചു. അതാണ് ഞങ്ങളുടെ ഒരു കർത്തവ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. ഇതുവരെ വേറൊരു മണ്ഡലത്തിലെ MLA അത് സാരില്ല. അപ്പൊ അവര് എന്ത് ചെയ്യണം അത് ചെയ്യുന്നില്ല, അത് അവര് പോട്ടെ. പക്ഷെ ഞങ്ങള് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ വോട്ട് തേടിയത്. അത് വിചാരിച്ചിട്ടും അത് ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ജനങ്ങൾ എനിക്ക് ഒരു അവസരം തന്നത്. അപ്പോൾ ആ അവസരം കിട്ടിയപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇന്നും അതന്നെ പറഞ്ഞത്. ഞാൻ 5 കൊല്ലം എനിക്ക് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, 100% ചെയ്യും. നന്നായിട്ട് അധ്വാനിക്കും. ഞങ്ങളുടെ ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. മറ്റൊരു വിഷയം ഈ ബജറ്റാണ്. കേരള ബജറ്റിനെ എങ്ങനെയാണ് ഇപ്പോൾ BJP പ്രതിപക്ഷം നോക്കിക്കാണുന്നത്? അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അത് പിന്നെ ഞങ്ങളുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ ഗോകുമാർജി ഇന്നലെ കൃത്യമായി പറഞ്ഞല്ലോ. നോക്കൂ, മുഖ്യമന്ത്രി മാറി, പ്രതിപക്ഷ പാർട്ടി ലീഡർ മാറി, പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. 10 കൊല്ലം മുമ്പേ ഒരു മുഖ്യമന്ത്രിയുടെ കുറേ സ്വപ്നങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ശരിയാവുമെന്ന് ഒരു സ്വപ്നം ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. എന്താ നടന്നത്? 10 കൊല്ലം നശിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഒരു വാക്കും പറഞ്ഞില്ല. 10 കൊല്ലം മൗനം പാലിച്ചു. ഇന്ന് അതേ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഭരിക്കുന്നു. അവരിങ്ങനെ കുറേ സ്വപ്നങ്ങൾ പറയുന്നു. 5 ഇന്ദിരാ ഗ്യാരൻറ്റീസിൻ്റെ പേരിലാണ് അവർ മത്സരിച്ചത്. 5 ഗ്യാരൻറ്റീസിലും ഒരൊറ്റ ഗ്യാരൻറ്റി മാത്രമേ അവർ നടപ്പിലാക്കിയിട്ടുള്ളൂ. 4 ഗ്യാരൻറ്റീനെ കുറിച്ച് മൗനമാണ് ഈ ബഡ്ജറ്റിൽ. അതുമാത്രമല്ല, 25 ലക്ഷം ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അതിന് മാറ്റിവെച്ചിരിക്കുന്നത് 10 കോടി. 10 കോടി എന്ന് പറഞ്ഞാൽ 90 ലക്ഷം മലയാളി കുടുംബങ്ങൾക്ക് 11 രൂപ പെർ ഇയർ. ഇതാരെയാണ് വിഡ്ഢിയാക്കുന്നത്? നോക്കൂ, ഇതെല്ലാം കുറച്ച് കാലം നടക്കും. അത് കഴിഞ്ഞിട്ട് സത്യം എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇടതുപക്ഷത്തിന്റെ വിമർശനം ബജറ്റ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, അദാനിക്ക് വേണ്ടിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും മോശമായ ഒരു പീരീഡായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് ഓരോരോ ജാർഗൺ, ഇന്നലെ മുഖ്യമന്ത്രി ഒരു വാക്കുപയോഗിച്ചു, ലെഫ്റ്റിൻ്റെ ജാർഗൺ. ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ഒപ്പം അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ അങ്ങനെ എഗ്രി ചെയ്യുന്ന ആളല്ല. എന്നാലും അവർ ഈ ജാർഗണും പ്രൈവറ്റൈസേഷനും പ്രോലിറ്റാരിയറ്റും ബൂർജ്വാ എന്നും പറഞ്ഞിട്ട് 70 കൊല്ലമായിട്ട് ജനങ്ങൾ വിഡ്ഢിയാക്കുക. ഇന്നിപ്പോൾ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം? കുടിവെള്ളത്തിൻ്റെ ആവശ്യം, വീട്, ജോലി, തൊഴിൽ, വികസനം. അതൊന്നും ചെയ്യാതെ 10 കൊല്ലം അവർ ജനങ്ങൾ അവർ അവസരം കൊടുത്തപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞത്? കോൺഗ്രസിന് അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ആയിട്ട് BJP അവിടെ പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് കാണാം വരാൻ പോലത്തെ കാലത്ത്. മദ്യനയത്തിലുള്ള BJPയുടെ അഭിപ്രായം എന്താ? വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നു. നോക്കൂ, ഇത് നാടിന്റെ സ്ഥിതി ഇനിയിപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം. ഇത് വളരെ മോശമായ സ്ഥിതിയിലാണ്. ഒരു ഡെസ്പെറേറ്റ് സിറ്റുവേഷനാണ് ഇത് എല്ലാം നടക്കുന്നത്. കോൺഗ്രസിന് ഇന്ന് കൃത്യമായി അറിയാമായിരുന്നു. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായിരുന്നു. ഇതും അറിഞ്ഞിട്ടും അവർ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു.
വാഗ്ദാനം കൊടുത്തു. അത് പാലിക്കട്ടെ, അതിനെക്കുറിച്ച് അവർ പറയട്ടെ. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ നോക്കാം. ലിക്കർ പോളിസിയെ പറ്റിയിട്ടുണ്ട്. ഞങ്ങളൊന്നും പറയുന്നില്ല. ലിക്കർ പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഒരു മാർഗവുമില്ല. ഈ ധവളപത്രത്തിൽ പറഞ്ഞല്ലോ 58,000 കോടി റവന്യൂ വരുമാനം കുറഞ്ഞു, അവർ കളക്ട് ചെയ്തിട്ടില്ല. അതല്ല ചെയ്യേണ്ടത്. അത് ലിക്കർ വഴിയാണോ ചെയ്യേണ്ടത്? അതല്ലല്ലോ ചെയ്യേണ്ടത്. ഇവിടെ വികസനം കൊണ്ടുവരണം, അങ്ങനെയാണ് വരുമാനം കൂടുതലാക്കുന്നത്. പക്ഷെ അത് ചെയ്യാണ്ട് ലിക്കർ ടാക്സ് ചെയ്യുക, ആ വഴി റവന്യൂ നോക്കി, ഇതെല്ലാം ഷോർട്ട് സൈറ്റഡ് ആണ്, ഷോർട്ട് ടേം ആണ്. ഇതൊന്നും ഇവിടെ വികസനം കൊണ്ടുവരില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് വേണ്ടത്ര കാശ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്. ഒരു ഷോർട്ട് കട്ടുമില്ല. വികസനത്തിന് വേണ്ടത് എന്താണ്? നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം എങ്ങനെയാണ് ഇന്ത്യയിൽ വികസനം കൊണ്ടുവന്നത്? അധ്വാനം, നല്ല പോളിസി, അഴിമതി രഹിത ഭരണം, ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട് മുമ്പോട്ട് പോവുള്ളൂ. അതാണ് സത്യം. ഇവരെല്ലാം ഗിമ്മിക്ക് ചെയ്യുന്നു. നമുക്ക് കാണാം. ജില്ലാ കമ്മിറ്റിയാണ് എനിക്കറിയാലോ. അപ്പോ ഞാനട്ടെ സഞ്ജു, എവിടെ ഇന്റലക്ച്വൽ മീറ്റിംഗ് എന്തോ അല്ലേ? അവിടെ വന്നോ. അങ്ങോട്ടല്ലേ പോകുന്നത് നമ്മള്? സെമിനാർ എല്ലാവരും വരുന്നുണ്ടോ? ആ